യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചേട്ടാ കരിക്ക്. ഒരെണ്ണം മതി. അയ്യോ, ഒരു സ്ട്രോ കൂടെ വേണം. തണുക്കുന്നുണ്ടോ? ഭയങ്കരായിട്ട്. എന്നാലേ ഇതിനകത്തോട്ട് വാ. ഇപ്പൊ തണുപ്പ് മാറിയോ? അജേട്ടാ, എന്താടോ? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എന്ത്? എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമ്മളിങ്ങനെ സ്വസ്ഥായിട്ടും സമാധാനമായിട്ടും ഒരിടത്തിരിക്കുകയാണെന്ന്. ഹോ, സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് എന്റെ സംശയം. എന്തോ ചേട്ടാ ഇത്? പിന്നല്ലാതെ. അപ്പോ സ്വപ്നം അല്ലെന്ന് മനസ്സിലായില്ലേ? ഓഹോ, ഞാൻ കാണിച്ചു തരാം. എന്താ ചെയ്യാൻ പോണേ? അവിടെ പൂജ, പൂജ. അജേട്ടാ വേണ്ട, കളിക്കില്ല, കളിക്കല്ലേ, വേണ്ട. പൂജ, നമ്മുടെ ജീവിതത്തിന്റെ സുവർണ നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞ് ഒത്തുചേരുന്ന നിമിഷങ്ങൾ. അജേട്ടാ, ഈ കഴിഞ്ഞുപോയ കുറെ ദിനങ്ങൾ യാന്ത്രികമായ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ രണ്ടുപേരും സഞ്ചരിച്ചോണ്ടിരുന്നത്. പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ അവരെ അടുത്തറിയുമ്പോഴാ അവരുടെ ജീവിതം എത്രത്തോളം സങ്കീർണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കഴിഞ്ഞു പോയ ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയില്ല പൂജ. പിന്നെ ഇനി വരാൻ പോകുന്ന ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയും. കഴിഞ്ഞു പോയതിനെ മാറ്റാൻ കഴിയില്ല, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി മാറ്റാൻ കഴിയുമോ ചേട്ടാ? എല്ലാം നല്ലതിനായിരുന്നു എന്ന് കരുതിയാ പോരെ? അതെ, നമ്മുടെ കഴിഞ്ഞു പോയ ഓരോ സംഭവങ്ങളും നല്ലതിനായിരുന്നു എന്ന് കരുതാം. ഈ നിമിഷം മുതല് എന്റെ ഭാവി അജുവേട്ടന്റെ കയ്യിൽ സുരക്ഷിതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു പെണ്ണിന് അവളുടെ ആണിനെ മറക്കാൻ അവൾ മരിക്കണം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോ ഒരാണിന് പെണ്ണിനെ മറക്കാൻ മറ്റൊരു പെണ്ണ് വന്നാ മതി പറച്ചില്ല.
എന്നാലേ കാണിക്കാവേ. മറ്റൊരു പെണ്ണു ചേട്ടാ. എന്നെ വാങ്ങിക്കുവേ. ഒളിമിന്നും പുഞ്ചിരിയാ ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയാ അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 എന്നിൽ നിന്നും പോകാതെ അഴകേ അഴകേ അഴകേ. എടോ പൂജ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ചതിന് ഞാൻ തന്നെ എത്ര സ്നേഹിച്ചാലും മതി വരില്ല. അജേട്ടാ, ഒരു സ്ത്രീ ഒരു പുരുഷന് സ്വന്തമാവുന്നത് എപ്പോഴാണെന്നറിയാവോ? അവളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം കൊണ്ടുണ്ടാവുന്ന എല്ലാ വികാരങ്ങളും അവനുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാ. ഒരു കോൺട്രാക്റ്റിന്റെ ബലത്തിൽ ഞാൻ അജുവേട്ടന്റെ മുറിയിലേക്ക് താമസിക്കാനെത്തിയപ്പോ എനിക്ക് നൽകിയ വാക്ക് ഇന്നലെ രാത്രി വരെ അജുവേട്ടൻ പാലിച്ചു. എടോ, എനിക്ക് തന്നോട് ആദ്യം തോന്നിയ അനുകമ്പ പിന്നീട് സ്നേഹമായിട്ട് മാറി. സ്നേഹം പ്രണയമായി. ഈ ലോകത്തിലെ ഏറ്റവും ആത്മാർത്ഥമായ പ്രണയം എന്റേതായിരുന്നു. കാരണം താൻ എന്നെ തിരിച്ചു പ്രണയിക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടും ഞാൻ തന്നെ പ്രണയിച്ചു. അജുവേട്ടൻ എന്റെ മനസ്സ് കീഴടക്കിയത് അതുകൊണ്ടാ. ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാളെ പ്രണയിക്കണമെങ്കിൽ ആ ആളിന്റെ ആ ഹൃദയം എത്ര വിശാലമായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. എടോ, ഈ പ്രണയിക്കുമ്പോ ആരും കണക്ക് പുസ്തകമൊന്നും സൂക്ഷിക്കാറില്ല. പ്രണയത്തിന്റെ വേദന അറിയണമെങ്കിൽ പ്രണയിച്ചല്ലേ പറ്റൂ. ആ പ്രണയവേദന തന്നെ ഒരു സുഖമായിരുന്നടോ. താൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് അറിയാൻ ആഗ്രഹിച്ച എത്രയോ നിമിഷങ്ങൾ, അതെല്ലാം ഞാൻ ആസ്വദിക്കായിരുന്നു. അജുവേട്ടനെ ആദ്യം കണ്ടപ്പോ തന്നെ ആ കണ്ണുകളിൽ ഞാൻ ആത്മാർത്ഥത കണ്ടു. അതിനൊടുവിൽ ഞാൻ ആ ഹൃദയം തൊട്ടറിഞ്ഞു. ആ കരുതൽ, ആ സത്യസന്ധത, ആ സ്നേഹം എല്ലാം എന്റെ അജുവേട്ടനോട് അടുപ്പിച്ചു. ഇന്നിതാ ഈ പുഴയരികിൽ, ഈ വള്ളത്തിനുള്ളിൽ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി അടുത്ത തലമുറയുടെ വരവും പ്രതീക്ഷിച്ച് ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് എല്ലാം മറന്ന് സർവസ്വതന്ത്രരായിരിക്കുന്നു. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും ഇങ്ങനൊരു നിമിഷ. ഈ നല്ല ദിനങ്ങൾ ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ. ഈ ശ്വാസവും വെളിച്ചവും നമുക്ക് ചുറ്റും എന്നും ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. നമ്മള് പരസ്പരം സ്നേഹിച്ച് 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 ഇങ്ങനെ